ഹലോ നമസ്കാരം. ഞാൻ പ്രീത ധനപാൽ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, ഒരു മൈൻഡ് പവർ കോച്ച് കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ അഫർമേഷൻ എടുത്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. 5 ദിവസം ഞങ്ങൾ എഴുതി നോക്കി, പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് നടക്കുന്നില്ല. ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് നോക്കി, പറയണതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നടക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പം ഒരാൾ എന്നോട് പറഞ്ഞ്, ഞാൻ 15 ദിവസം ഞാൻ ടെക്നിക്ക് എല്ലാം പരന്നുള്ള ടെക്നിക്ക് ഞാൻ എഴുതി. എനിക്ക് ഒരുവിധം ഫലം ആയി വന്ന സമയത്ത് എനിക്ക് തൊട്ട് പറ്റ വെച്ച് അത് ബ്രേക്കായി പോയെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടാണ് വരണതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വെറുതെയാണ്, ഇതിൻ്റെ പുറകെ ഒന്നും പോയിട്ടത് കാര്യമില്ല. അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് കടന്നു കൂടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഏതെങ്കിലും കാര്യത്തിലായിരിക്കാം. ഒന്നല്ലേ നിങ്ങൾ ഈ ടെക്നിക്കിനെ കുറിച്ച് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, എന്താ പറയുക, അവർ പറയും പിന്നെ വേറെ പണിയൊന്നുമില്ലേ, ഇതിൻ്റെയൊക്കെ പുറകെ നടക്കണം, നമുക്ക് ജോലി ചെയ്താലേ കാശ് കിട്ടുള്ളൂ എന്ന്. ജോലി ചെയ്യണം, ജോലി ചെയ്യാതെ പൈസ കിട്ടില്ലല്ലോ. നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമാനം വന്നിട്ടും അതൊന്നും നമുക്ക് പ്രയോജനപ്പെടാത്ത രീതിയിൽ എത്രയോ രൂപ വരുന്നുണ്ട്, പക്ഷേ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാൻ പാടില്ല. നമ്മളറിയാതെ പൈസ പോകില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വാക്കുകൾ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇത് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ പ്രപഞ്ചത്തോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിറവേറ്റി തരും. ഡെഫിനറ്റാണ്, ആ കാര്യത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ല. നിറവേറ്റും. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയണത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ലെവലേശം പോലും നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് നടക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മൾ വെക്കുന്ന ഏത് അഫർമേഷൻ ആണെങ്കിലും അത് മാനിഫെസ്റ്റ് ആവില്ല. നിങ്ങൾ വെക്കുന്ന അഫർമേഷൻ മാനിഫെസ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് സത്യസന്ധതയോടുകൂടി നിങ്ങൾ നേരെ നിൽക്കണം. അല്ലാതെ നിങ്ങൾ സംശയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരിടത്തുനിന്ന് കുറച്ച് രൂപ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തന്നെ തരുമോയെന്ന് അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ തരില്ല. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്നറിയാവോ? നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും, എനിക്ക് തരാതിരിക്കില്ല, എനിക്ക് തരും, ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തരാതിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് യാതൊരുവിധ സംശയമില്ല. നിങ്ങളത് എന്താണോ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പൂർണ്ണത വേണമെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് പൂർണ്ണതയില്ലാതെ ഒന്നും നേടാൻ പറ്റില്ല. ഏത് കാര്യം എടുത്താലും അതിനൊരു പൂർണ്ണത വേണം. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു പൂർണ്ണത നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. നിങ്ങളെ അങ്ങനെ പോയാൽ മാത്രമേ ഇത് ഫലവത്താവുകയുള്ളൂ, നടക്കുകയുള്ളൂ, പ്രപഞ്ചം നിങ്ങൾക്ക് തരുവുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രപഞ്ചത്തിൽ ഒരുപാട് ക്യാഷുണ്ട്, ഒരുപാട് നന്മകളുണ്ട്. ഒത്തിരി നന്മകൾ നമുക്ക് തരാൻ വേണ്ടി പ്രപഞ്ചത്തിൻ്റെ കയ്യിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന രീതിക്കാണ് വ്യത്യാസം. നിങ്ങൾ എങ്ങനെയാണോ റിക്വസ്റ്റ് ചെയ്യണത് അതിനാണ് വ്യത്യാസം. നിങ്ങൾ എനിക്ക് തരണേന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, തന്നതിന് നന്ദി എന്നേ പറയാവുള്ളൂ. വേണം എന്നൊരു വാക്ക് വേണ്ട, അത് നെഗറ്റീവാണ്. വേണം എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. കടം എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. ലോൺ എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കടം ഉണ്ട് എന്ന് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് ഇത്ര രൂപ ഒരാളിന് കൊടുക്കാനുണ്ടെന്ന് കൊടുത്തല്ലേ പറ്റുള്ളൂ. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നവർക്കേ പറ്റുള്ളൂ. നമ്മളെ പോലുള്ളവർക്ക് പറ്റുമോ? ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെ കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇന്നലെ 10 ദിവസം കഴിഞ്ഞാണെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. അതിന് നമ്മൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുക്കണം. വാങ്ങിയാൽ അത് കൊടുത്തിരിക്കണം, ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ക്യാഷ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു, നിങ്ങൾ ആ ക്യാഷ് കൊടുക്കാനുള്ള ആളിന് കൊടുത്തു എന്ന് നിങ്ങൾ ആദ്യം സങ്കല്പിക്കുക. അപ്പോൾ ഒരു സന്തോഷമില്ലേ? നമ്മൾ കടം വീട്ടിൽ കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. അത് കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ അയ്യോ അത് പോയല്ലോ കൊടുത്തെന്നോ എന്നും പറഞ്ഞാണ് ഇരിക്കണത്. അങ്ങനെയല്ലല്ലോ. നമ്മൾ ആർക്ക് കൊടുക്കാനുണ്ടെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? നമ്മൾ ബാങ്കിൽ കൊണ്ട് പൈസ അടച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? ലോണൊക്കെ അടച്ചു കഴിയുമ്പോൾ അന്നത്തെ ദിവസം വളരെ ഹാപ്പി അല്ലേ? നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കി. അതേപോലെ ഹാപ്പി ആയിരിക്കണം നിങ്ങൾ. ഹാപ്പിയായിട്ട് തന്നെ നിങ്ങൾ ചീത്ത ചിന്തകളൊന്നും ഉള്ളിലേക്ക് കൊണ്ടുവരരുത്. നടക്കുമോ കിട്ടുമോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അത് നടന്നിരിക്കുന്നു, എനിക്കത് നേടിത്തന്നു എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. പ്രപഞ്ചം നിങ്ങൾക്ക് തരാനുണ്ട്, ഇല്ലാതെയല്ല, ഉണ്ട്. മനസ്സിലായോ ഞാൻ പറയണത്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ ചെറിയ ടെക്നിക്കുകളല്ലേ ഞാൻ പറഞ്ഞു തരണത്. അപ്പോൾ നിങ്ങൾ ആദ്യം വെക്കേണ്ട ചെറിയ ചെറിയ ആവശ്യങ്ങളായിരിക്കണം കേട്ടോ. വലിയ വലിയ ആവശ്യങ്ങൾ ചെറിയ ടെക്നിക്കിലും വയ്ക്കാം, ഇല്ലെന്നില്ല. ഞാൻ ഈ പറഞ്ഞ 11 ടെക്നിക്ക് നിങ്ങൾ വെച്ച കാര്യങ്ങൾ ഇത്രയും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുമോ? എന്നെ അറിയിക്കണം. അതിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഉണ്ടായി, അതല്ലെങ്കിൽ നിങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ മുടങ്ങിപ്പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് കൃത്യ ടൈമിന് എഴുതാൻ പറ്റാതിരുന്നിട്ടുണ്ടോ? ഞാനൊരു 11 ടെക്നിക്ക് ഇട്ടത് 11 മണിക്ക് എഴുതാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആ 11 മണിക്ക് എഴുതാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡിലേ വരാനുള്ള സാധ്യതകളുണ്ട്. അത് വരാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ വലുത്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഒന്നല്ലെങ്കിൽ നിങ്ങൾ അലാറം സെറ്റ് ചെയ്ത് വെച്ചേക്കുക 11 മണി എന്നുള്ളത്. അതിനനുസരിച്ച് അപ്പോൾ നിങ്ങൾ ആ അലാറം അടിക്കുമ്പോൾ ഓർക്കുമല്ലോ എനിക്കത് ചെയ്യാനുണ്ടെന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. അത് മസ്റ്റാണ്. മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ ബോഡി പോസിറ്റീവ് ആകും. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നമുക്ക് തരും, ഉറപ്പ്. അതേപോലെ തന്നെ എക്സർസൈസ് ചെയ്യുക. നിങ്ങളുടെ ബോഡി ഒന്ന് പവറാക്കുക. നിങ്ങൾ എപ്പോഴും അയ്യോ ഇങ്ങനെ എന്താ ക്ഷീണിച്ച് തളർന്ന് അങ്ങനെ നടക്കരുത്. അയ്യോ നടന്നില്ലല്ലോ, പോയിട്ട് കിട്ടിയില്ലല്ലോ, അങ്ങനെയാകരുത്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കണം. നല്ല ജിൽ എന്ന് പറഞ്ഞ് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്. അത് മാറ്റ്. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അങ്ങ് മാറ്റ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ ആ ഒരു വഴിക്ക് വിട്. ഇന്ന് മുതൽ, ഇന്നാണ് നമ്മളതിന് തീരുമാനം എടുക്കേണ്ട. ഇന്നൊരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് ഞാൻ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേ തന്നെ ഇങ്ങനൊരു ദൃഢനിശ്ചയം എടുക്കുക. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനൊരു കാര്യം, ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയായിരിക്കും. എനിക്കിന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, അത് ഞാൻ ചെയ്യും. ഇന്നവരോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യും എന്ന് നിങ്ങളൊരു അഫർമേഷൻ എടുക്കുക രാവിലെ തന്നെ. ഇന്ന് ഞാൻ ഹാപ്പി ആയിരിക്കും, ഇന്ന് ഒരു കാരണവശാലും ഞാൻ സങ്കടപ്പെടില്ല, ഇന്ന് ഹാപ്പി ആയിരിക്കും, ഇന്ന് ഞാൻ നല്ല എനർജറ്റിക് ആയിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങളൊരു ദൃഢനിശ്ചയം എടുത്ത് രാവിലെ എഴുന്നേൽക്കുക. നിങ്ങളുടെ രോഗദുരിതങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് വിട്ടുപിരിഞ്ഞു പോകും. ചെറിയ ചെറിയ രോഗങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. എന്തെങ്കിലും കൈകാല് വേദനയോ ശരീരവേദനയോ തലവേദനയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആ വേദനകൾ നിങ്ങളെ വിട്ടുപിരിയും. ആ വേദനകൾ നിങ്ങളെ തൊടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അതിനുശേഷം നിങ്ങൾ അതിന് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾക്കുണ്ടാകണ വിഷമങ്ങളെല്ലാം നിങ്ങൾ ഉള്ളിലൊതുക്കിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഞാൻ ഹാപ്പിയാണ്, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്, പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, പണം എൻ്റെ കയ്യിൽ പണം ധാരാളമുണ്ട് എന്നൊക്കെയായിരിക്കണം നിങ്ങളുടെ ചിന്തകൾ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും പണം ഇല്ലാതെ എങ്ങനെയാണ് പറയണേന്ന്. വേണ്ട, പണം നിങ്ങൾക്ക് വരും. ആ സമയമാകുമ്പോൾ നിങ്ങളെ തേടിയെത്തും പണം. നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? ഇപ്പോൾ 1-2 പേര് എന്നോട് പറഞ്ഞ് ഞങ്ങൾ വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നടന്നു. വളരെ സന്തോഷം കേട്ടോ. നിങ്ങളൊക്കെ ഇത് പറയുന്നത് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലാണ് നിങ്ങളെല്ലാവരും പറയണത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകുമല്ലോ. ഇന്ന ആൾക്കൊക്കെ നടന്നിട്ടുണ്ട്, അപ്പം ഞാനും ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കല്ലേ. ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ ആദ്യം നോക്കണ കമൻറ്റാണ്. ഈ കമൻറ്റിലൊന്നും വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഒന്നും നടന്നിട്ടില്ല, ആർക്കും ഒന്നും നടന്നില്ല, പിന്നെ എന്തിനാ ഇതിൻ്റെ പുറകെ പോകണം എന്ന് ചിന്തിക്കും അല്ലേ? അങ്ങനെയല്ല, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാനിടുന്ന വീഡിയോയ്ക്ക് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ ആ ഒരു കാര്യം എനിക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാകും. അങ്ങനെ നിങ്ങളത് ചെയ്യുക. എനിക്കും വളരെ സന്തോഷമാണ് അങ്ങനെ കാണുമ്പോൾ. ഞാൻ നിങ്ങൾ ഇടുന്ന കമൻറ്റുകളെല്ലാം വായിക്കും. അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ അതിലൂടെ തന്നെ നിങ്ങൾക്ക് മറുപടിയും തരാം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ദിവസം ഞാൻ തിരക്കുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ എന്നെ വിളിച്ച് എന്നെ ആരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരാളെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. 1-2 പേരെ നേരിട്ട് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അവരെൻ്റെ അടുത്ത് വന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്കപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏത് കാര്യത്തിലാണോ ഒന്ന് ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഇന്നൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തു, നാളെ വേറൊരു കാര്യം മാനിഫെസ്റ്റ്, അങ്ങനെ ആകരുത്. അഫർമേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് നിങ്ങൾ പറയണ കാര്യങ്ങൾ നടക്കുന്നത് വരെ ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം.
അല്ലെ ഇത് നടക്കുമോ ഇത് നടന്നില്ലേ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്ന് ആ ഒരു കാര്യം നേടിയെടുക്കുന്നവരെ നിങ്ങൾ അതിനെ തന്നെ ഫോളോ ചെയ്തിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും, ഉറപ്പായിട്ട് നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ടെക്നിക്കുകളൊക്കെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വാട്ടർ ബോട്ടിൽ ടെക്നിക്ക്, പില്ലോ ടെക്നിക്ക്, 11-11 ഈ 3 ടെക്നിക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൽ 11-11 ചെയ്തവർക്കാണ് ഏറ്റവും കൂടുതൽ ഫലം കിട്ടിയിരിക്കുന്നത്. എന്നെ വിളിച്ചു പറഞ്ഞവരെല്ലാവരും 11-11 ചെയ്തവരാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പില്ലോ ടെക്നിക്കും വാട്ടർ ബോട്ടിൽ ടെക്നിക്കും ചെയ്തോ? അത് എന്നോട് പറഞ്ഞ ടീച്ചറെ ഞങ്ങളത് ചെയ്യാതിരുന്നത് വേറൊന്നുമല്ല, ഇതിൽ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്ത് നോക്കാതിരുന്നത്. അത് ഞങ്ങൾ ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞു നിങ്ങളെ പോലെയുള്ളവർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഇനി കമൻറ്റിൽ വന്ന് പറയുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പ്. ഞാനാ പറയുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ചെയ്ത് എനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തിനു വേണ്ടിയാകാം കേട്ടോ, ഏത് കാര്യത്തിന് വേണ്ടിയാകാം. നിങ്ങൾ പണത്തിന് വേണ്ടിയാണെങ്കിൽ പണത്തെക്കുറിച്ചാകാം, നിങ്ങളുടെ ജോബിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളത് അത് നിങ്ങൾ അഫർമേഷനായിട്ട് വയ്ക്കുക. ഇത് ചിലർക്ക് എഴുതാനൊക്കെ ഭയങ്കര മടിയുള്ളവരുണ്ടാകും കേട്ടോ. അങ്ങനെയുള്ളവർ പറഞ്ഞാലും മതി. പക്ഷേ പറഞ്ഞ 11 ദിവസം 11 പ്രാവശ്യം പറയുന്ന ദിവസം പോരാ, 55 പ്രാവശ്യം 55 ദിവസം പറയണം ഈ കാര്യം തന്നെ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് എളുപ്പവഴിക്ക് വേണ്ടിയാണ് 11 ദിവസം 11 പ്രാവശ്യം എന്ന് ഞാൻ പറഞ്ഞത്. അതല്ല, നിങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ 55 ദിവസം 55 പ്രാവശ്യം അങ്ങനെ വേണം. ടെക്നിക്കൊക്കെ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് അതേ രീതിയിൽ തന്നെ ചെയ്യണം. അതല്ലാതെ നമ്മൾ കുറച്ച് ചെയ്ത് മാറ്റി നിർത്തി വേറൊന്ന് ചെയ്ത് വേറൊന്നിലേക്ക് പോയി അങ്ങനെയൊന്നും ആകരുത് കേട്ടോ. ഏതിലാണോ നിൽക്കണതല്ലോ ഉറച്ച് നിൽക്കുക. ഓക്കെ, ബൈ.